ഹായ് ഓൾ. ഇന്ന് നമുക്ക് വെബ്സൈറ്റിന്റെ SEO എന്താണെന്നും എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് SEO പ്രാക്ടിക്കലി ചെയ്യുന്നതെന്നും നോക്കാം. ഹായ് ഓൾ. അപ്പോൾ നമുക്കിന്ന് SEO എന്താണെന്ന് എടുക്കാം. വാട്ട് ഈസ് SEO? അതായത് ഒരു വെബ്സൈറ്റ് റെഡി ആയി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിനെ സെർച്ച് എഞ്ചിനിൽ ഹൈ പൊസിഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രാക്ടീസസ് ആണ് SEO എന്നാൽ. അതായത് ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ഗൂഗിളിൽ SEO അനലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്ത് വരും. ഇങ്ങനെ ഫസ്റ്റുള്ള ഒന്നോ രണ്ടോ മൂന്നോ സൈറ്റ് മാത്രമേ എല്ലാവരും വിസിറ്റ് ചെയ്യുള്ളൂ. ഇങ്ങനെ ഒരു വെബ്സൈറ്റിനെ ഫസ്റ്റ് റാങ്കിങ്ങിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനെയാണ് SEO എന്ന് പറയുന്നത്. പോപ്പുലർ ആയിട്ട് വരുന്ന സെർച്ച് എൻജിൻസ് ഗൂഗിൾ, യാഹൂ, കളിയാക്കാനൊക്കെ ഗൂഗിൾ, യാഹൂ, ഡക്ഡക്കോ, AOL, ബ്രേസേർച്ച്, മൈക്രോസോഫ്റ്റ് ബിങ്, ആസ്ക്.com, യാൻഡെക്സ്, എക്കോസ്ല, ബൈജു ഇങ്ങനെയുള്ള ഒരുപാട് സെർച്ച് എൻജിൻസ് ഉണ്ട്. അതിൽ ഗൂഗിൾ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസ് ചെയ്യാനാണ് എന്ന് പറയുന്നത്. അതിനു മുന്നേ ആദ്യം സെർച്ച് എൻജിൻ വർക്ക്സ് എന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്ക്രോളിംഗ്, ദെൻ ഇൻഡെക്സിങ്, ദെൻ തേർഡ് വൺ ഈസ് റാങ്കിങ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ ബോട്ട് വെബ്സൈറ്റിൽ മൊത്തത്തിലൊരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ അതിൽ ക്രോൾ ചെയ്ത് പോകും. ഇങ്ങനെ ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ഡാറ്റാസ് കിട്ടും. ഇമേജസ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കോണ്ടൻറ്റുകൾ. ഇതിനനുസരിച്ചിട്ട് കീവേഡ്സിനൊക്കെ അനുസരിച്ചിട്ട് വെബ്സൈറ്റിന് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ റാങ്ക് ചെയ്ത് കാണിക്കുന്നു. ഇങ്ങനെയാണ് സെർച്ച് എൻജിൻ 3 ഫങ്ഷൻസിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് SEO നോക്കാം. ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, ടെക്നിക്കൽ SEO എന്നിങ്ങനെ 3 ടൈപ്പിലാണ് SEO വരുന്നത്. ഓൺ പേജ് SEO എന്ന് വെച്ചാൽ വെബ്സൈറ്റിൻ്റെ ഓരോ പേജസിലും റാങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഓൺ പേജ് SEO ചെയ്യുന്നത്. ഓഫ് പേജ് SEO എന്നാൽ ലിങ്ക് ബിൽഡിംഗ് മെത്തേഡിലൂടെ വെബ്സൈറ്റിനെ റാങ്കിങ്ങിൽ കൊണ്ടുവരുന്നതാണ്. ടെക്നിക്കലി ക്രോളബിലിറ്റി, ഫാസ്റ്റ്നെസ് ഇതെല്ലാം റെഡിയാക്കിയിട്ട് SEO റാങ്ക് ചെയ്യിക്കുന്നതിനെയാണ് ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓൺ പേജ് SEO എന്താണെന്ന് ഡീപ്പായിട്ട് നോക്കാം. ഒരു വെബ്സൈറ്റിലെ ഓരോ പേജസിനെയും സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് റാങ്കിങ്ങിൽ കൊണ്ടുവരുന്നതിനെയാണ് ഓൺ പേജ് SEO എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വേർഡ്പ്രസിൻ്റെ പ്ലഗിൻസിൽ പോയിട്ട് യോസ്റ്റ് എന്നുള്ളൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഓൺ പേജ് SEO ചെയ്യാൻ. ഈ യോസ്റ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ സെറ്റപ്പാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്, ഫോക്കസ് കീവേഡ് സജസ്റ്റ് ചെയ്ത് തരുന്നു, XML സൈറ്റ് മാപ്പ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് തരുന്നു. നമുക്ക് ഓൺ പേജ് SEO ഫാക്ടേഴ്സ് നോക്കാം. ടൈറ്റിൽ ടാഗ്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ഹെഡിങ്സ്, URLs, ഇമേജ് ഓൾട്ട്, ഇന്റർണൽ ലിങ്കിങ്, കോണ്ടന്റ് ഇതെല്ലാമാണ് ഓൺ പേജ് SEO ഫാക്ടേഴ്സ്. അതിൽ ടൈറ്റിൽ ടാഗ്, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ആളുകൾ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഹെഡ്ലൈൻ ഉണ്ടല്ലോ, അതാണ് ടൈറ്റിൽ ടാഗ്, ബ്ലൂ കളറിൽ കാണിക്കുന്നത്. ഇതൊരു 60 ക്യാരക്ടർ ലെങ്ത്താണ് വേണ്ടത്. നമുക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻ നോക്കാം. മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ ഗൂഗിളിൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വെബ്സൈറ്റിൻ്റെ ബ്രീഫ് സമ്മറി ആയിട്ട് കാണിക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടത് ഒരു 160 ക്യാരക്ടർ ലെങ്ത്തിൽ കീവേഡ് അനുസരിച്ചിട്ടുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആണ് ഉണ്ടാക്കേണ്ടത്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. വെബ്സൈറ്റിൽ നമ്മൾ യോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലഗിന് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആഡ് ന്യൂ പ്ലഗിൻസിൽ പോയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് നമ്മളിവിടെ ആക്ടിവേറ്റ് ആക്കുന്നു. ഇതിന് ശേഷം നമ്മൾ വെബ്സൈറ്റിലുള്ള പേജസിലെടുക്കുക. പേജസിൽ ഈ ആക്ടിവേറ്റ് ആയിട്ടുള്ള യോസ്റ്റിൻ്റെ ഇത് കാണിക്കുന്നു. അപ്പം നമുക്ക് കോണ്ടാക്ട് പേജസിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാം. നമുക്ക് ഇതിൽ
താഴെ ആയിട്ട് ഈ ഒരു ഭാഗത്താണ് ഇത് മൊബൈൽ റിസൾട്ട്, ഇത് ഡെസ്ക് ടോപ്പ് റിസൾട്ടും കാണിക്കുന്നു. ഇവിടെ ഇതാണ് SEO ടൈറ്റിൽ അനുസരിച്ച് റെഡിയാക്കേണ്ടത്. ഇവിടെ മെറ്റ ഡിസ്ക്രിപ്ഷനും നമ്മൾ കീവേഡ് അനുസരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് ആദ്യം കീവേഡ് ഇവിടെ റെഡിയാക്കാം. SEO സ്പെഷ്യലിസ്റ്റ് എന്നുള്ളൊരു കീവേഡാണ് ഞാനിവിടെ കൊടുക്കുന്നത്. SEO സ്പെഷ്യലിസ്റ്റ്. ഇനി അത് വെച്ചിട്ടുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും വേണം നമുക്ക് ഇവിടെ റെഡി ആവാൻ. വെബ്സൈറ്റ് ടൈറ്റിൽ SEO ടൈറ്റിൽ ഫോർ കീവേഡ് SEO സ്പെഷ്യലിസ്റ്റ്. ഇത് നമുക്ക് ടൈറ്റിലായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ SEO സ്പെഷ്യലിസ്റ്റ്, കോൺടാക്ട് SEO സ്പെഷ്യലിസ്റ്റ് എന്ന് കൊടുക്കാം. ഇനി മെറ്റ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൂളാണ് മെറ്റ ഡിസ്ക്രിപ്ഷൻ ഗ്രോത്ത് ബാർ SEOയുടെ ടൂൾ. നമുക്ക് ഇവിടെ കീവേഡ് മാത്രം കൊടുത്താൽ മതി. SEO സ്പെഷ്യലിസ്റ്റ് എന്നുള്ള കീവേഡ് കൊടുത്താൽ നല്ല കീവേഡ് അനുസരിച്ചിട്ട് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്ത് വരുന്നു. ഇത് കോപ്പി ചെയ്യുന്നു, അതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് കുറച്ചൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അതിന് ശേഷം ഗ്രീൻ കളറാക്കിയിട്ട് ഇത് പിന്നെ നിലനിർത്തുക. അതിന് ശേഷം ഇവിടെ SEO അനാലിസിസ് ഓക്കെ ആയിട്ടുണ്ടോ, ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കീ ഫ്രേസിന് SEO ടൈറ്റിൽ മെറ്റ ഡിസ്ക്രിപ്ഷൻ ലെങ്ത്തും ഓക്കെ ആയിട്ടുണ്ട്. ഇതിന് ശേഷം സേവ് ചെയ്യുക. ഇനി വരുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ SEO ഇമേജ് ഒപ്റ്റിമൈസേഷൻ. SEO ഇമേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ്, ഒരു ഇമേജിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഇമേജ് ഓൾട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്: യൂസേഴ്സിന് ആക്സസിബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നു, സെർച്ച് എഞ്ചിൻ റാങ്കിങ് ഇംപ്രൂവ് ചെയ്യുന്നു, സെർച്ച് എഞ്ചിൻ ഗൂഗിളിൽ ഇമേജിൻ്റെ ഡിസ്കവറബിലിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു. ഇമേജ് ഓൾട്ട് കൊടുക്കുന്നതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കേണ്ടത്. ഇമേജിനെ ഡിസ്ക്രൈബ് ചെയ്യണം. ഇമേജിൻ്റെ പേരായിട്ട് കൊടുക്കല്ല, അത് ആ ഒരു ഇതിൽ വെബ്സൈറ്റിൽ ആ ഇമേജിൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഫോഗ്രാഫിക് വിത്ത് SEO ടിപ്സ്. റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യുക, ഷോർട്ടായിട്ട് കൺസൈസ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. കീവേഡ് സ്റ്റഫിങ് ചെയ്യരുത്. 125 ക്യാരക്ടർ ലെങ്ത്തിൽ കുറവുള്ള ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇമേജ് ഓഫ് അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഒരു ഇമേജിന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു കാര്യം മാത്രം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വെബ്സൈറ്റിലുള്ള ഒരു ഇമേജ്, ഇവിടെ നമുക്കൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. ഒരു ഇമേജിന് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഇമേജിൻ്റെ ഇവിടെ ഉള്ള ഈ ഒരു ഇവിടെ സൈഡിലാണ് ഇതിൽ ബോൾഡ് ടെക്സ്റ്റ് കൊടുക്കേണ്ടത്. SEO സ്പെഷ്യലിസ്റ്റ് എന്ന് നമുക്ക് കൊടുക്കാം. അതിനുശേഷം സേവ് ചെയ്യുന്നു. ഇനി വരുന്ന ഫാക്ടേഴ്സ് URL. വെബ്സൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പേരാണ് URL. യൂസർ ക്ലിയർ റീഡബിൾ ആയിട്ടുള്ള ഹെഡിങ്ങുകൾ കൊടുക്കണം. പ്രോപ്പറായിട്ട് കോണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുക. ലിങ്ക്സ് വരുന്നത് 2 ടൈപ്സ് ലിങ്ക്സ് ആണ്. ഒന്ന് ഇൻറ്റേർണൽ ലിങ്ക്സ്, അതായത്
വെബ്സൈറ്റിൽ ആ വെബ്സൈറ്റിലേക്ക് തന്നെ ലിങ്ക് കൊടുക്കാം. അതേപോലെ തന്നെ എക്സ്റ്റേണൽ ലിങ്ക്സ് വെബ്സൈറ്റിൽ നിന്നും പുറമേയുള്ള വെബ്സൈറ്റിലേക്കും നമുക്ക് ലിങ്ക് കൊടുക്കാം. ഇങ്ങനെ ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഇനി ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഈ വേർഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ലിങ്ക് കൊടുക്കേണ്ട ലിങ്ക് വെബ്സൈറ്റിൻ്റെ തന്നെ ലിങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻറ്റേർണൽ ലിങ്ക് എന്ന്, വെബ്സൈറ്റിന് പുറത്ത് ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ ലിങ്ക്സ് എന്ന് പറയുന്നതിന് ശേഷം ഇത് റെഡിയാക്കാം. ഇനി ഇതെല്ലാം റെഡിയാക്കണം. അതിന് ശേഷം ഇമേജിൻ കീ ഫ്രേസ്, ഇമേജ് ഇൻട്രൊഡക്ഷനിൽ കീവേഡ് കൊടുക്കുക, മെറ്റാ ഡിസ്ക്രിപ്ഷനിൽ കീവേഡ് ഇല്ല, അതും കൂടെ റെഡിയാക്കണം. SEO സ്പെഷ്യലിസ്റ്റ് ശേഷം സേവ് ചെയ്യാം.